അതിനകത്ത് ഫാസിൽ സാർ ഒരു പരീക്ഷണം നടത്തി. അതായത് ഈ ചിത്രത്തിൽ ഞാൻ സമയം ഇത് അപൂർവ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയും കൂടെ പാടുമ്പോൾ മോഹൻലാലിന് വേണ്ടി ഞാൻ സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ദാസേട്ടൻ്റെ വോയിസ് എടുത്തിട്ട് അതിന് കുറച്ച് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ അതിന് വേറൊരു ടോൺ കിട്ടിയിട്ട് അത് മോഹൻലാലും മമ്മൂക്കയ്ക്കും മാച്ച് ആവുമോ നോക്കിയൊരു പരീക്ഷണം നടത്തിയാണ്. പക്ഷെ അത്ര വലിയ രീതിയിലൊന്നും ഏറ്റില്ല. കാരണം ദാസേട്ടൻ്റെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാനത് വിചാരിച്ചോ, രണ്ടും ആക്ച്വലി രണ്ടുപേരും പാടുമ്പോൾ ഏകദേശം ഒരു സൗണ്ട് പോലെ ഉണ്ട്. അല്ല, അതൊന്നും പരീക്ഷണം നടത്തില്ല, ടെക്നിക്കൽ പരീക്ഷണം. അപ്പോൾ ശ്രീജുവിന് ഈ പൊളിറ്റിക്സ് എങ്ങനെയാണ്? പൊളിറ്റിക്സ് എനിക്ക് വീട്ടിൽ പൊളിറ്റിക്സ് ചർച്ചയുണ്ട്. അച്ഛന് ഒരു അവിടെ നാട്ടുകാർക്കെല്ലാം അറിയാമോ ഇന്ന പാർട്ടിയാണെന്ന്? അതെ, പൊതുവെ നാട്ടിലെല്ലാവർക്കും അറിയാവും നമ്മുടെ എവിടെയാണ് കുത്തുക എന്ന് അത്രയേ ഉള്ളൂ. അതിന് കൂടുതൽ വലിയ പ്രവർത്തനമായിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ചെറിയ അതിൻ്റെ ഒരു ബേസിക് അവരുടെ ഒരു ചിന്തയോട് അനുഭവമുണ്ട്. ഏതാണ് അനുഭവം ഉള്ളത്? ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അപ്പോൾ അതിൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ നമ്മൾ ഈ പാരമ്പര്യം കണക്ട് ആവുമല്ലോ ഓട്ടോമാറ്റിക്കലി. നമുക്കിപ്പോൾ സിനിമയിൽ നിന്ന് സിനിമയിലേക്ക് വന്നു. ഇപ്പം എൻ്റെ മക്കളോട് ചോദിച്ചാലും അവർ ആദ്യം ചിലപ്പോൾ രാഷ്ട്രീയം ചോദിച്ചപ്പോൾ ചെറിയ മക്കളാണ്, പക്ഷെ അവർ ആദ്യം പറയുക, പിന്നെ ഓവർ പീരീഡ് ഇത് രൂപപ്പെട്ട് വരുന്നതാണ്, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറാൻ മാത്രമുള്ളൊരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്, എല്ലാ പാർട്ടിയിലും നമുക്ക് സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും തള്ളി പറയുന്നൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടും ഇവരുടെ ഒരു നമ്മുടെ പാരമ്പര്യം എന്നുള്ള രീതിയിലാണ് ശരിക്കും അതിലേക്ക് എത്തിയത്. അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബോസ്വാനെ വെച്ചിട്ടാണ്. അതായത് എൻ്റെ സുഹൃത്താണ് രാമചന്ദ്രൻ, റാം എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മഹത് മനസ്സ് ഞാൻ കണ്ടത്, ഞാൻ അവിടെ പ്രോഗ്രാമിന് പോയി ബോസ്വാനയിൽ പോയപ്പോഴാണ് അച്ഛനെ കണ്ടത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിച്ചവരും എല്ലാവരും അദ്ദേഹം അവിടെ ജോലി വാങ്ങിച്ചു കൊടുത്ത്, വീട് വെച്ച് കൊടുത്ത്, അതുപോലെ തന്നെ എല്ലാവർക്കും കാറും വാങ്ങിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഏകദേശം 8-9 ഫ്ലൈറ്റുകളുണ്ട്, ഏകദേശം 400-500 സൂപ്പർ മാർക്കറ്റുകൾ, അതായത് ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ ആ മറ്റൊരു ലെവലിൽ നിൽക്കുന്നതാണ്. പക്ഷെ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അവിടെ ആഫ്രിക്ക പോലത്തെ ഒരു സ്ഥലം പൊതുവേ നമ്മൾ എപ്പോഴും ഇമ്മീഡിയറ്റ്ലി ആക്സസബിൾ ആയിട്ട് നമ്മൾ വിചാരിക്കും. ഇപ്പം നമ്മൾ ഗൾഫ് ആണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മലയാളികളുള്ള സ്ഥലമാണ്. നമ്മൾ അവിടെയും ഒരുപാട് മലയാളികളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ തമാശ പുള്ളിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ടേ തന്നെ ഒരു ഓഡിറ്റോറിയം പറയും. അതാ പറയാ, എനിക്ക് തോന്നുന്നത് തമാശക്ക് പറയാം, ഞങ്ങള് ഒല്ലൂരുള്ള CA പാസ്സായ എല്ലാവരും അവിടെ ഉണ്ട്. എന്തായാലും ഈ സമയത്ത് ഞാൻ റാമിനും ഫാമിലിക്കും വലിയൊരു നമസ്തേ പറയുന്നു. അച്ഛൻ എങ്ങനെയാണ് അവിടെ പോയത്? അച്ഛൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2008 സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പിന്റെ സമയത്ത് അച്ഛന് ഭയങ്കര ഫുട്ബോൾ പ്രാന്ത്. അച്ഛനെ കാണാനും കളിക്കാനും അച്ഛൻ നല്ല ഫുട്ബോൾ പ്ലെയർ ആണ്. എന്റെ ബ്രദറും നല്ല ഫുട്ബോൾ പ്ലെയർ ആണ്. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് അച്ഛൻ്റെ? സുഖമായിരിക്കുന്നു, ഒരു ബുദ്ധിമുട്ടില്ല, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ ഈ ഫുട്ബോളിന് വേണ്ടി അങ്ങോട്ട് പോകുന്നു. ഫുട്ബോൾ കാണാൻ, ഈ പന്ത് കളി കാണാനുള്ളൊരു വേൾഡ് കപ്പ് കാണാനുള്ള അവസരം വല്ലപ്പോഴും മാത്രം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇദ്ദേഹം വഴി ഫുട്ബോൾ എൻ്റെ ചേട്ടൻ അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ചേട്ടൻ പറയുന്നു ഇങ്ങനെ ഫുട്ബോൾ മത്സരം കാണാനുള്ള ഒരു അവസരമുണ്ട്, 1-2 മാച്ചുകൾ കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു. മിസ്റ്റർ റാമായിട്ട് പരിചയപ്പെടുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 2 ഓൺട്രപ്രണേഴ്സാണ്, രണ്ടുപേരും തമ്മിൽ സംസാരിച്ചപ്പോൾ ഫുട്ബോളിൽ നിന്നും മാറി സംസാരം കുറച്ച് അദ്ദേഹത്തിന് ബിസിനസ് പരമായ കാര്യങ്ങളിലേക്ക് കിടക്കുന്നു. അച്ഛൻ എഞ്ചിനീയറാണ്, അപ്പോൾ ഒരു ടെക്നോക്രാറ്റ് കൂടിയാണ്. അപ്പോൾ ഇത് കണക്റ്റായി, ഇവരുടെ ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ്, ഒരു ടെക്നോക്രാറ്റ് ഒന്ന് കണക്റ്റായി. എത്ര വർഷം അവിടെ എനിക്ക് തോന്നുന്നു 10-15 വർഷത്തോളം 10 വർഷത്തിന്റെ മുകളിൽ. എൻ്റെ അമ്മയും നിങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ടോ? ഞാൻ ആ സമയത്തല്ല, ഞാനത് കഴിഞ്ഞിട്ട് ഒരു വെക്കേഷൻ പരിപാടിയായിട്ട് ഒരു മാസം പോയിട്ട്. അച്ഛൻ ചേട്ടന്റെ കൂടെ, എൻ്റെ ബ്രദർ അവിടെ ജോലി ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹമായിട്ട് പരിചയപ്പെടുന്നത്. ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും പേടിപ്പിച്ചു, ഈ ആഫ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൈം ഒക്കെ ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേയും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ആൾക്കാരും. എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ താഴെയുള്ള മോനെയും കൊണ്ട്, ഇപ്പം ഞാൻ നേരത്തെ സിനിമയിൽ അഭിനയിച്ചു പറഞ്ഞ മോനെയും കൊണ്ട് ഞാനൊരു മോളിലിരിക്കുമ്പോൾ തന്നെ, അപ്പോൾ ഇവൻ ഉറങ്ങിപ്പോയി. അപ്പോൾ അവനെ തോളത്തിട്ട് ഉറങ്ങുമ്പോൾ ഒരു പെൺകുട്ടിയും 2-3 ആൾക്കാരും കൂടി വന്നിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെ 2-3 പ്രാവശ്യം വന്നു പോയി. അപ്പം ഞാൻ പതുക്കെ പേടിച്ചു തുടങ്ങി, ഇനിയിപ്പോൾ നമുക്ക് ഇനി തോക്കെങ്ങാനും സൈഡിൽ വരുമോ എന്നൊരു പേടിയൊക്കെ വന്നു തുടങ്ങി.
കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഐ ആം ഗോയിങ് ടു കിഡ്നാപ്പ് യുവർ ചൈൽഡ് എന്ന് പറഞ്ഞു. എൻ്റെ കിളി അങ്ങ് പോയി. കാരണം ഇതിപ്പോൾ ഇനി തിരിച്ചെന്ത് പറയണം. നല്ല ആരോഗ്യമുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര ആരോഗ്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുമ്പോൾ അവർ പെട്ടെന്ന് ചിരിച്ച് പറഞ്ഞു, നോ ഐ വാസ് ജസ്റ്റ് കിഡിങ്, യുവർ ചൈൽഡ് ഇസ് വെരി ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു ശ്രീജുവിന്, മാമ ഇത്തരത്തിലുള്ള കിഡിങ് ഒന്നും വേണ്ട, നമ്മുടെ കിളി പോണ കിഡിങ് സ്വീകരിക്കാറില്ല. അവർ മനസ്സിൽ തോന്നിയത് അങ്ങ് തുറന്നു പറയാവുന്ന ആൾക്കാർ അത്രയും.